നമസ്കാരം. ജീവന്റെ നൂൺ എഡിഷൻ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാട് ദുരന്തം കേന്ദ്രത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമറിയിക്കാൻ നിർദ്ദേശം. ആത്മകഥാ വിവാദം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ യോഗത്തിന്റെ പരിഗണനയ്ക്ക്. EP ജയരാജനും യോഗത്തിൽ. വിവാദങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാതെ DC ബുക്സ്. മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം ഇന്ന്. വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണം. ലബനനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. വ്യോമാക്രമണത്തിൽ 37 പേർക്ക് ജീവഹാനി. ഗാസയിൽ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണം. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയ്ക്ക് തോൽവി. പരാഗ്വയോട് തോറ്റത് 1-2 ഗോളുകൾക്ക്. വെനിസ്വേലയ്ക്കെതിരെ ബ്രസീലിനും സമനില. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനോട് നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് കോടതിയുടെ ശാസനം. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇത് ചൂണ്ടിക്കാണിച്ച് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസിന് നൽകിയ കത്ത് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ദുരന്തം സംഭവിച്ച് 4 മാസം കഴിഞ്ഞുവെന്നും എല്ലാ വിദഗ്ധ പരിശോധനയും കേന്ദ്രം പൂർത്തിയാക്കിയെന്നും കൂടുതൽ ഫണ്ട് നൽകില്ലെന്നുമാണ് കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും സർക്കാർ മറുപടി നൽകി. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ഉന്നതതല യോഗം ചേർന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. മതിയായ ഫണ്ട് കേരളത്തിന് ലഭ്യമാക്കിയെന്നും കൂടുതൽ ഫണ്ട് നൽകുന്നതിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതോടെ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചു. ദുരന്തം നടന്ന് 4 മാസമായി, ഇതുവരെ തീരുമാനമെടുത്തില്ലേയെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചു. കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടപ്പോൾ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിനോട് ഈ മാസം തന്നെ നല്ല തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ മറുപടി നൽകി. ന്യൂസ് ഡെസ്ക് ജീവൻ. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമല്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയത്. ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങളെ താലോലിച്ചും ഹെലികോപ്റ്ററിൽ കറങ്ങിയും തിരിച്ചുപോയ പ്രധാനമന്ത്രി ഒടുവിൽ കാര്യത്തോടടുത്തപ്പോൾ ഉരുൾ ദുരിതബാധിതരെ കൈവിട്ടു. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭങ്ങളിലൊന്നായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. മാനദണ്ഡങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കത്തു നൽകി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 2 KV തോമസ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കേന്ദ്രത്തിന്റെ രക്ഷാസേനകളായ NDRFന്റെയും മാനദണ്ഡപ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് നിലപാട്. ചട്ടപ്രകാരം വിജ്ഞാപനം ചെയ്ത് 12 ദുരന്തങ്ങളിലൊന്നാണ് മിന്നൽ പ്രളയമെന്നും ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കാണെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാം. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. 2 തവണയായി 388 കോടി നൽകി. ഇതിൽ 291 കോടി നേരത്തെ തന്നെ നൽകിയിരുന്നു. ജൂലൈ 31 145 കോടിയും ഒക്ടോബർ 1 ബാക്കി തുകയും മുൻകൂറായി തന്നെ നൽകി. ഫണ്ടിന്റെ നീക്കിയിരിപ്പിനായി 394.99 കോടി രൂപ ഉണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പണം ദുരന്ത നിവാരണ നിധിയിലുണ്ട് എന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പരിഗണിക്കവേ വിഷയത്തിൽ ഹൈക്കോടതി കേന്ദ്രത്തോട് നിലപാട് ആരാഞ്ഞിരുന്നു. ഉന്നതതല സമിതി തീരുമാനം 2 ആഴ്ചയ്ക്കകം ഉണ്ടാകുമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു. ആന്ധ്രാപ്രദേശും ബീഹാറും അടക്കം സംസ്ഥാനങ്ങൾക്ക് കൈയയച്ച് നൽകിയ കേന്ദ്രം കേരളത്തിനു നേരെ കൈമലർത്തുന്നത് ദുഃഖകരമാണെന്ന് KV തോമസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കേന്ദ്രത്തിന്റെ നിലപാട് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും കേന്ദ്രം അവഗണിച്ചാലും ദുരന്തബാധിതരെ സർക്കാർ ചേർത്ത് നിർത്തുമെന്നും മന്ത്രി പറഞ്ഞു. തോമസിനോടല്ല, കേരളത്തിലെ ഗവൺമെന്റിനോടുമല്ല,
3.5 കോടി മലയാളികളോടുള്ള പച്ചയായിട്ടുള്ള വെല്ലുവിളിയാണ്. ഇത് അംഗീകരിക്കുക സാധ്യമല്ല. പിന്നും കേസ് നടക്കുകയാണ്. WPC 2859/2024. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരണം നൽകിയേക്കും. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കും. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ആദ്യമായാണ് EP സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്ത് എത്തുന്നത്. ആത്മകഥാ വിവാദത്തോട് കൂടുതൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് EP ജയരാജൻ. ചതി ഉണ്ടായോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കാണേണ്ട സമയം കാണാമെന്നായിരുന്നു EPയുടെ പ്രതികരണം. ആത്മകഥാ ഉള്ളടക്കം EP ഇതിനകം പരസ്യമായി തള്ളിയിട്ടുണ്ടെങ്കിലും CPM നേതൃത്വം ഇക്കാര്യം മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിലെ നിർണായക സമയത്ത് വിവാദം കത്തിപ്പടരാനിടയായ സാഹചര്യം പാർട്ടി വിശദമായി പരിശോധിക്കും. EPക്കെതിരായ നടപടിയോ EPയെ തള്ളിപ്പറയുന്ന നിലപാടോ പാർട്ടി നേതൃത്വം തൽക്കാലം സ്വീകരിക്കുവാനിടയില്ല. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാ വിവാദം CPMനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി P സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട്. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും EP വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് ജീവൻ. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച രവി DC പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും ഞങ്ങൾ ഫെസിലിറ്റേറ്റർ മാത്രമാണെന്നും രവി DC പറഞ്ഞു. അതേസമയം ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും. EP ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ചോദ്യങ്ങളോട് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ പ്രതികരിക്കവെയാണ് വിവാദത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്ന് രവി DC പറഞ്ഞത്. EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള DC ബുക്സിന്റെ നിലപാട് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുണ്ടെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി DC പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങളോടും രവി DC പ്രതികരിക്കാൻ തയ്യാറായില്ല. EP ജയരാജന്റെ വാദങ്ങൾ തള്ളാതെയായിരുന്നു പൊതുരംഗത്തുള്ളവരെ ബഹുമാനിക്കുന്നതിൽ തന്നെ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് രവി DC ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. വിവാദത്തിൽ DC ബുക്സിനെതിരെ EP ജയരാജൻ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ മറ്റു തെളിവുകൾ പുറത്തുവിടാനോ DC ബുക്സ് തയ്യാറായിട്ടില്ല. EP-യുമായുള്ള വിഷയത്തിൽ DC ഏറ്റുമുട്ടലിനില്ലെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. മാധ്യമങ്ങളിൽ വന്ന PDF പകർപ്പ് തന്റെ ആത്മകഥയല്ലെന്നും DC ബുക്സ് അത് പുറത്തുവിട്ടതാണെന്നുള്ള ഗുരുതര ആക്ഷേപം ഉന്നയിക്കുന്നതിനിടെയും ഇക്കാര്യം തള്ളിപ്പറയാൻ DC രവി തയ്യാറായില്ല. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും. എന്നാൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാതെയാണ് അന്വേഷണം. ADGP മനോജ് എബ്രഹാമാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് അന്വേഷണ ചുമതല നൽകിയത്. തന്റെ ആത്മകഥ വ്യാജമായുണ്ടാക്കി പ്രസിദ്ധീകരിച്ചുവെന്ന EP ജയരാജന്റെ പരാതിയിൽ DC ബുക്സിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ഗൂഢാലോചന പരാതിയാണ് EP ജയരാജൻ നൽകിയത്. ഈ സാഹചര്യത്തിലാണ് കേസെടുക്കാതെ പരാതിയിൽ കഴമ്പുണ്ടോയെന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് 5-ന് PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. നട തുറന്ന ശേഷം ആഴിയിൽ അഗ്നി പകരും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 4-നാണ് തുറക്കുക. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കും. ഇന്ന് 30,000 പേരാണ് വെർച്വൽ ക്യൂ മുഖേന ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യ ആഴ്ചയിലെ ഓൺലൈൻ ബുക്കിംഗ് പൂർണ്ണമായും കഴിഞ്ഞു. സുഗമമായ ദർശനത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു. അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന എല്ലാവർക്കും ദർശന സൗകര്യമുണ്ടാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ടായിരിക്കും. 18-ാം പടിയിൽ പരമാവധി ഭക്തരെ വേഗത്തിൽ കടത്തിവിടുവാനുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 16 മണിക്കൂർ ദർശനമായിരുന്നെങ്കിൽ ഇക്കുറി 18 മണിക്കൂർ ദർശന സൗകര്യമുണ്ടാകും. ഓൺലൈൻ ബുക്കിംഗ് 70,000-ൽ നിന്നും ഉയർത്തുന്നത് നിലവിൽ ആലോചനയിലില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ദർശന സമയം 18 മണിക്കൂർ ആക്കിയതും പമ്പയിൽ താൽക്കാലിക പാർക്കിംഗ് അനുവദിച്ചതും തിരക്ക് നിയന്ത്രണത്തിൽ ഫലപ്രദമാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് ജീവൻ. മണ്ഡല മകരവിളക്ക് കാലത്തേക്ക് 14,000 പോലീസുകാരെ 5 ഫേസുകളിലായി വിന്യസിക്കുമെന്ന് ADGP R. ശ്രീജിത്ത്. പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് സഹായകരമാണ്. ഫാസ്ടാഗുള്ള വാഹനങ്ങൾ മാത്രമേ പമ്പയിൽ അനുവദിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ശബരിമലയിൽ പറഞ്ഞു. വളരെ ബൃഹത്തായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്.
പൂർണ്ണ തയ്യാറെടുപ്പോടു കൂടിയാണ് പോലീസ് സംഘം ഇവിടെയുള്ളത്. ഏകദേശം ഒരു 14,000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ 4-5 ഫേസുകളായിട്ട് നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 700-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിൽ ആദ്യം വരുന്ന ആളുകൾക്ക് കൊടുക്കാനും പിന്നെ അവശരും പ്രായവാധികമുള്ളവരും കുട്ടികളുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കാനും സെൽഫ് ഡ്രിവൺ വെഹിക്കിൾസിന് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലയ്ക്കൽ വെച്ച് തന്നെ അവർക്ക് എവിടെയാണ് പാർക്കിംഗ് എന്നുള്ള അവരെ അറിയിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളവർ അവിടെ പോയി പാർക്ക് ചെയ്ത് എന്തു തന്നെയാണെങ്കിലും ചെറുവാഹനങ്ങൾ മാത്രമേ, അതും ഫാസ്റ്റാഗുള്ള വാഹനങ്ങൾ മാത്രമേ പമ്പയിൽ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി ഭക്തജനങ്ങൾ പാലിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയും വയനാട് പുനരധിവാസത്തിനുള്ള അധിക ബാധ്യതയും കടുത്ത വെല്ലുവിളിയായതോടെ കടമെടുപ്പിൽ ഇളവ് തേടി കേരളം വീണ്ടും കേന്ദ്രത്തിന് മുന്നിൽ. വയനാട് ദുരന്തത്തിന്റെ അടിയന്തര പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. GST നഷ്ടപരിഹാരവും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റും അടക്കം അവസാനിച്ചതിനു പിന്നാലെ കടമെടുപ്പ് പരിധിയിൽ കൂടി സംസ്ഥാനം ഞെരുങ്ങിയതോടെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ധനസ്ഥിതി ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചത്. പലവട്ടം ആവശ്യപ്പെട്ടതാണെന്ന കാര്യം കത്തിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിലും വയനാട് ദുരന്തത്തിന്റെ അടിയന്തര പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാട്ടിയാണ് കത്ത് തയ്യാറാക്കിയത്. പെൻഷൻ കമ്പനിയും കിഫ്ബിയും എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ പൊതുകടമായി പരിഗണിച്ച് വായ്പാ പരിധി വെട്ടിയതിലൂടെ ഈ വർഷവും 4,711 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. തീരുമാനം പുനഃപരിശോധിക്കാനും ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും 4,711 കോടി വീതം കടമെടുക്കാനും അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. ദേശീയപാതക്ക് ഭൂമിയെടുപ്പുമായി ബന്ധപ്പെട്ട് 25% തുക സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. ഇതിനുള്ള 6,769 കോടിയിൽ 5,550 കോടി ഇതിനകം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. ഈ 6,769 കോടി അധിക മൂലധന ചെലവായി പരിഗണിച്ച് 6,000 കോടി ഉപാധികളില്ലാതെ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് മറ്റൊരു ആവശ്യം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം ബ്രാൻഡിംഗിന്റെ പേരിൽ തടയുന്ന പ്രവണത സംസ്ഥാനത്തെ പദ്ധതി നിർവഹണത്തെ കാര്യമായി ബാധിക്കുന്നതും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കണ്ണൂർ മുൻ ADM നവീൻ ബാബു മരിച്ചിട്ട് ഇന്നേക്ക് 1 മാസം. യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിറകെയായിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യ. PP ദിവ്യ ഏകപ്രതിയായ കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഒക്ടോബർ 14 ADMന്റെ യാത്രയയപ്പ് യോഗത്തിലാണ് വിവാദങ്ങളുടെ തുടക്കം. ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ചൊരിഞ്ഞത് കടുത്ത ആക്ഷേപങ്ങൾ. സ്ഥലം മാറ്റത്തിന്റെ സന്തോഷം തല്ലിക്കെട്ടിയ വാക്കുകളെ തുടർന്ന് കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയാണ് നവീൻ ബാബു കളക്ടറേറ്റ് വിട്ടിറങ്ങിയത്. രാത്രി 8:55 മലബാർ എക്സ്പ്രസിനായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ട്രെയിനിലില്ലെന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത്. ADMന്റെ ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിറകെയായിരുന്നു നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണവുമായി പെട്രോൾ പമ്പ് അപേക്ഷകന്റെ രംഗപ്രവേശം. മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന പരാതിയും പുറത്ത്. പിന്നാലെ PP ദിവ്യക്കെതിരെ കേരളമാകെ പ്രതിഷേധം ഇരമ്പി. ദിവ്യയെ ചൊല്ലി കണ്ണൂരിലെയും പത്തനംതിട്ടയിലെയും പാർട്ടി 2 തട്ടിലായി. ദിവ്യക്കെതിരെ നവീൻ ബാബുവിന്റെ സഹോദരൻ പരാതി നൽകി. നവീൻ ബാബുവിന്റെ മരണത്തിന് 3-ാം നാളാണ് PP ദിവ്യയെ പോലീസ് പ്രതി ചേർത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി. പാർട്ടി രാജി ചോദിച്ചു വാങ്ങി. തെറ്റ് ചെയ്തില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി. 12 നാൾ തൊട്ടടുത്ത് ഉണ്ടായിട്ടും പോലീസ് അനങ്ങിയില്ല. ഇതിനിടെ യാത്രയപ്പിലേക്ക് ദിവ്യയെ ക്ഷണിച്ചില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. പെട്രോൾ പമ്പ് അപേക്ഷകനായ TV പ്രശാന്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. പൊതുവേദിയിൽ മുഖ്യമന്ത്രിയും ദിവ്യയെ തള്ളിപ്പറഞ്ഞു. 29-ന് ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. 12 ദിവസത്തിനു ശേഷമാണ് ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് സ്ഥിരം ജാമ്യത്തോടെ ദിവ്യ ജയിൽ മോചിതയായി. ജില്ലാ കമ്മിറ്റി അംഗമായി ജയിലിനകത്തെത്തിയ ദിവ്യ വെറും പാർട്ടി അംഗം മാത്രമായി. ADMന്റെ മരണത്തിന് 1 മാസം പിന്നിടുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. 14 രാത്രി മുനീശ്വരൻകാവിന് മുന്നിൽ ഇറങ്ങിയ നവീൻ എങ്ങോട്ടുപോയി? പുലർച്ചെ വരെ എന്തു ചെയ്തു? പരിയാരം മെഡിക്കൽ കോളേജ് ഇലക്ട്രിക്കൽ ഹെൽപ്പർ മാത്രമായ പ്രശാന്തിന് പമ്പ് തുടങ്ങാനുള്ള പണം എവിടുന്ന് കിട്ടി? പിന്നിൽ ബിനാമി ഇടപാടോ? പ്രശാന്തനായി ദിവ്യ ഇടപെട്ടത് എന്തിനു വേണ്ടി? പ്രശാന്തന്റെ പേരിൽ വന്ന പരാതി ആര് തയ്യാറാക്കി? യാത്രയപ്പ് വേദിയിൽ ദിവ്യ എത്തുന്നത് കളക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നു.
റവന്യൂ വകുപ്പ് അന്വേഷണത്തിൽ തുടർ നടപടി ഇല്ലാത്തതെന്ത് തുടങ്ങി തെളിയാൻ ഇനിയും ഏറെയുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. വായു ഗുണനിലവാരം കുത്തനെ കുറഞ്ഞതിനെ തുടർന്ന് അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാൻ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് തീരുമാനങ്ങൾ പ്രാബല്യത്തിലായി. ഡൽഹിയിൽ അനിവാര്യമല്ലാത്ത എല്ലാ നിർമ്മാണ പൊളിക്കൽ ജോലികളും നിർത്തിവെക്കാനും ഇലക്ട്രിക് അല്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കരുതെന്നും നിർദ്ദേശമുണ്ട്. മലിനീകരണ ലഘൂകരണ നില ഗ്രാബ് 3 ഉയർത്താനാണ് തീരുമാനം. BS3 പെട്രോൾ വാഹനങ്ങളും BS4 വിഭാഗത്തിലുള്ള ഡീസൽ വാഹനങ്ങളും നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, ഗുരുഗ്രാം, ഗാസിയാബാദ് തുടങ്ങിയ ചില ഭാഗങ്ങളിലും അനുവദിക്കില്ല. അതേസമയം ദേശീയ സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, ചില പൊതു അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പദ്ധതികൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിരോധനം ബാധകമല്ല. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസിനും നിർദ്ദേശിച്ചു. പൊടിയില്ലാതാക്കാൻ കൂടുതൽ യന്ത്രവൽകൃത റോഡ് സ്വീപ്പിംഗ്, വെള്ളം തളിക്കൽ യന്ത്രങ്ങൾ വിന്യസിക്കാനും തീരുമാനമായി. ഡീസൽ ജനറേറ്റർ സെറ്റുകൾ അടിയന്തര ഉപയോഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തും. കഴിഞ്ഞ 2 ദിവസമായി ഈ സീസണിൽ ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലെത്തി. ആളുകൾ കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ കഴിയാൻ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഠിനമായ വായു മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ശാരീരികമായി മാത്രമല്ല മാനസികാവസ്ഥയെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. പുറത്തു പോകുന്നത് അത്യാവശ്യമാണെങ്കിൽ N95 മാസ്ക് ധരിക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ലബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 37 പേർ മരിച്ചു. കിഴക്കൻ ബാൽബെക് ഏരിയയിലെ പ്രധാന സിവിൽ ഡിഫൻസ് സെന്ററിലാണ് വ്യാഴാഴ്ച ആക്രമണമുണ്ടായത്. ബാൽബെക് ഏരിയയിൽ നിന്ന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായി ലബനസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണ സമയത്ത് 20ഓളം സിവിൽ ഡിഫൻസ് രക്ഷാപ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം ദക്ഷിണ ലെബനോനിൽ നബാത്തി ഏരിയയിലെ മറ്റൊരു സിവിൽ ഡിഫൻസ് സെന്ററിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 4 പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ 6 പേർ മരിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദക്ഷിണ ബെയ്റൂത്തിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോകണമെന്നും അവിടെ ആക്രമണം നടത്തുമെന്നും കാണിച്ച് ഇസ്രായേൽ സൈന്യം ഒരു അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മാപ്പും ഇസ്രായേൽ സൈനിക വക്താവ് പുറത്തുവിട്ടു. ഈ മാപ്പിൽ ചുവന്ന നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 2 കെട്ടിടങ്ങളിലുള്ളവരും അതിനോടടുത്ത കെട്ടിടങ്ങളിലുള്ളവരും എത്രയും വേഗം ഒഴിയണമെന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. അതിനു പിന്നാലെ രാത്രി 2 ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതേസമയം വടക്കൻ ഗാസയിൽ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി UN നടത്തുന്ന അഭയകേന്ദ്രത്തിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ന്യൂസ് ഡെസ്ക് ജീവൻ. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന് പിന്നാലെ മറ്റൊരു ഇസ്രയേൽ മന്ത്രിക്ക് കൂടി പദവി നഷ്ടപ്പെടാൻ സാധ്യത. തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിറിനെതിരെ ഇസ്രയേൽ അറ്റോർണി ജനറൽ രംഗത്ത് വന്നതോടെയാണ് നീക്കം ശക്തമാകുന്നത്. മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിറിനെതിരെ ഭരണകാലത്തെ നടപടികൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറൽ ഗാലി ബഹ്റാവ് വ്യാഴാഴ്ച പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹുവിന് കത്തയച്ചു. പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ മന്ത്രി വഴിവിട്ട് ഇടപെട്ടതായി കത്തിൽ വിവരിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പോലീസിന്റെ പ്രവർത്തന രീതിക്ക് തുരങ്കം വയ്ക്കുന്ന അനുചിതമായ ഇടപെടലുകളാണ് മന്ത്രി നടത്തിയതെന്നും AG ആരോപിച്ചു. പോലീസിന്റെ പ്രവർത്തനത്തിൽ നിയമവിരുദ്ധമായി ഇടപെട്ട് നിയമനങ്ങൾ നടത്താനും ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനും മന്ത്രി അധികാരം ദുരുപയോഗിക്കുന്നു. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള തന്റെ അതൃപ്തി പ്രകടിപ്പിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ശകാരിക്കുന്നു. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന മന്ത്രിസഭാ ഉത്തരവുകൾ അവഗണിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബെൻ ഗ്വിർ നിർദ്ദേശം നൽകുന്നു തുടങ്ങി മന്ത്രിയുടെ നിരവധി നിയമവിരുദ്ധ ഇടപെടലുകൾ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. അതേസമയം അറ്റോർണി ജനറൽ തനിക്കെതിരെ അട്ടിമറി ശ്രമം നടത്തുകയാണെന്നും പിരിച്ചുവിടണമെന്നും ബെൻ ഗ്വിർ സോഷ്യൽ മീഡിയയിലെ കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജീവൻ. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ആനകളെ എഴുന്നള്ളിക്കുന്നതിനാലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്നാണ് പ്രധാന മാർഗനിർദ്ദേശം. ജില്ലാതല സമിതി ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും നോക്കി വേണം ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടതെന്ന് കോടതി നിർദ്ദേശിച്ചു. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്ന് ഉൾപ്പെടെ മറ്റു നിരവധി മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് A ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. നല്ല ഭക്ഷണം, വിശ്രമം എന്നിവയ്ക്കൊപ്പം എഴുന്നള്ളിക്കാൻ ആവശ്യമായ സ്ഥലം,
പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. സർക്കാർ തലത്തിലുള്ള ഡോക്ടറായിരിക്കണം ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുന്നതിനായി ജില്ലകൾ തോറും കമ്മിറ്റികൾ ഉണ്ടാകണം. അതിൽ അനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗത്തെയും ഉൾപ്പെടുത്തണം. എഴുന്നള്ളത്തിൽ ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ആയിരിക്കണം. ഈ മാനദണ്ഡം പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. കേസിൽ 4 ദേവസ്വങ്ങളെയും കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. എഴുന്നള്ളിപ്പിനിടെ എലിഫന്റ് സ്ക്വാഡ് എന്ന പേരിൽ ആളുകളെ നിയോഗിക്കുന്നതിനും ഹൈക്കോടതി വിലക്കേർപ്പെടുത്തി. ഇത് സംബന്ധിച്ച് ദേവസ്വങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത്. ആനകളെ പിടികൂടാൻ ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. ഗുരുവായൂർ, കൊച്ചിൻ, തിരുവിതാംകൂർ, മലബാർ ദേവസ്വം ബോർഡുകൾക്കാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് ജീവൻ. പ്രായപൂർത്തിയാവാത്ത ഭാര്യയുമായി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധവും ബലാത്സംഗമായി കണക്കാക്കാം എന്നും ഇത്തരം അവസരങ്ങളിൽ നിയമപരിരക്ഷ നൽകാനാവില്ലെന്നും മുംബൈ ഹൈക്കോടതി. ഭാര്യയുടെ ബലാത്സംഗ പരാതിയെ തുടർന്ന് ഭർത്താവിനെ 10 വർഷത്തെ കഠിന തടവിന് വിധിച്ച കീഴ്ക്കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് പുതിയ വിധി. ഉഭയസമ്മതത്തിന്റെ നിയമപരമായ പ്രായം 18 ആണെന്നും കോടതി വ്യക്തമാക്കി. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തെന്നാണ് കേസ്. വിവാഹം കഴിച്ചെങ്കിൽ പെൺകുട്ടി കടന്നുപോയ മോശം അനുഭവങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പ്രതി അവകാശപ്പെടുന്നത് വാദത്തിനു വേണ്ടിയാണെന്നും കോടതി നിരീക്ഷിച്ചു. മഹാരാഷ്ട്രയിലെ വാർധ സ്വദേശിയാണ് പരാതിക്കാരി. പിതാവും സഹോദരിമാരും മുത്തശ്ശിയും അടങ്ങുന്നതാണ് കുടുംബം. അയൽക്കാരനാണ് കേസിൽ പ്രതിയായത്. 2019 പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നത്. കുട്ടിയുടെ പിതൃത്വം നിഷേധിച്ചും പീഡനം തുടർന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണക്കൊടുവിൽ 10 വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തു. DNA പരിശോധനയിൽ കുട്ടിയുടെ പിതാവ് പ്രതി തന്നെയാണെന്ന് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കണ്ണൂർ മലയാമ്പടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു. അപകടത്തിൽ 2 പേർ മരിച്ചു. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. രാത്രി നാടകം കഴിഞ്ഞ് കടന്നപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. 9 പേരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേവ കമ്മ്യൂണിക്കേഷൻ കായംകുളം എന്ന നാടക സംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ തമിഴ്നാടിന് മുകളിലും ലക്ഷദ്വീപിന് മുകളിലും ചക്രവാത ചുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ സ്വാധീന ഫലമായാണ് മഴ. ശനിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് ജീവൻ. കൊടകര കുഴൽപ്പണക്കേസിലെ അന്വേഷണത്തിൽ ഇഡിയോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഇഡി അന്വേഷണം പൂർത്തിയാവാത്തതിനെതിരെ കൊടകര കേസിലെ സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. കൊടകര കുഴൽപ്പണക്കേസിലെ എതിർകക്ഷികളായ ഇൻകം ടാക്സ് വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പുതിയ സംഘത്തെ നിയോഗിച്ചു. തൃശൂർ DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ കൊച്ചി DCP സുദർശന്റെ നേതൃത്വത്തിലെ 8-അംഗ സംഘമാണ് അന്വേഷിക്കുക. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തുടരന്വേഷണത്തിനുള്ള തീരുമാനം. നേരത്തെ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു. എന്നാൽ സതീഷിന്റെ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പുനരന്വേഷണത്തിന് വഴിതെളിഞ്ഞത്. മുമ്പ് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഇരിങ്ങാലക്കുട DYSP VK രാജുവും കൊടകര SHO വലപ്പാട് SI എന്നിവരെയും പുതിയ സംഘത്തിൽ ഉൾപ്പെടുത്തി. പുനരന്വേഷണം സംബന്ധിച്ച് ഇരിങ്ങാലക്കുട കോടതിയിൽ നൽകിയ ഹർജി പരിഗണനയിൽ ഇരിക്കെയാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ള DGPയുടെ ഉത്തരവ്. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ അന്വേഷണ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പരിശോധിക്കാൻ AICC. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരത്തിൽ മികച്ച പോളിംഗ് ദേശീയ നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗ് നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജന്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാനുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു. മികച്ച പോളിംഗ് പ്രതീക്ഷിച്ചിരുന്നതായി AICC വ്യക്തമാക്കുന്നു. പരമാവധി വോട്ടുകൾ പോൾ ചെയ്തു എന്നാണ് വിലയിരുത്തൽ.
പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്നും ഭൂരിപക്ഷത്തിൽ അവകാശവാദങ്ങളില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പാർട്ടി സംവിധാനം മുഴുവൻ വയനാട്ടിലുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വയനാടിനായി ദേശീയ നേതാക്കളും പ്രചരണം നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം വയനാട്ടിൽ പ്രചരണം നടത്തിയിരുന്നു പ്രിയങ്ക ഗാന്ധി. ചെന്നിറങ്ങിയ ദിവസം മുതൽ പ്രിയങ്കയെ കാണാൻ വലിയ ആൾക്കൂട്ടമാണ് വയനാട്ടിലുണ്ടായിരുന്നത്. ഈ ഘടകങ്ങൾക്കനുസരിച്ചുള്ള ആവേശം വോട്ടെടുപ്പിലും AICC പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരുമെന്ന വിലയിരുത്തലിലായിരുന്നു ദേശീയ നേതൃത്വം. അവലോകന യോഗങ്ങളിൽ സംസ്ഥാന നേതാക്കളും അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രിയങ്കയുടെ ഭൂരിപക്ഷം രാഹുലിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നേക്കും എന്ന വിലയിരുത്തലുകളും പാർട്ടിക്ക് മുൻപിലുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10% പോളിംഗ് കുറഞ്ഞത് അപ്രതീക്ഷിതമായി. ഘടകത്തിന്റെ റിപ്പോർട്ട് മുഖവിലക്കെടുത്തിരിക്കുകയാണ് AICC. കഴിഞ്ഞ തവണത്തേതുപോലുള്ള ആവേശം ഇക്കുറി മത്സരരംഗത്ത് പ്രകടമല്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ദേശീയ നേതാവായ ആനി രാജ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചു. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മത്സരിച്ചത് BJPയും വാശിയോടെ കണ്ടു. ഉപതെരഞ്ഞെടുപ്പിന്റെയും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും പോളിംഗ് ശതമാന കണക്കുകൾ കേരളത്തിലെ LDFനോടും UDFനോടും സാധാരണ ജനങ്ങൾക്കുള്ള അപ്രീതി, അവിശ്വാസം ശക്തമായി രേഖപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത്തവണ എതിർ സ്ഥാനാർത്ഥികൾ ദുർബലരായതിനാൽ ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വോട്ടുകളിൽ കുറവ് വന്നിട്ടുണ്ടാകാമെന്നാണ് AICC വാദിക്കുന്നത്. അതിനുമപ്പുറം പ്രാദേശിക തലത്തിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഫലം വന്ന ശേഷം വിലയിരുത്തുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ വെനസ്വേലയ്ക്കെതിരെ ബ്രസീലിന് നിരാശാജനകമായ സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. യോഗ്യതാ റൗണ്ടിൽ വെനസ്വേലയ്ക്കെതിരെ മോനുമെന്റൽ സ്റ്റേഡിയത്തിൽ കളത്തിലിറങ്ങിയ ബ്രസീലിന് നിരാശാജനകമായ സമനിലയായിരുന്നു ഫലം. 1-1 ആതിഥേയ സംഘം മന്നപ്പടയെ കെട്ടിപ്പൂട്ടിയത്. വിനീഷ്യസ് ജൂനിയർ പെനാൽറ്റി പാഴാക്കിയത് ബ്രസീലിന് തിരിച്ചടിയായി. റഫീനയാണ് തകർപ്പൻ ഫ്രീ കിക്കിലൂടെ ബ്രസീലിനു വേണ്ടി വലകുലുക്കിയത്. ഈ സമനിലയോടെ 10 ടീമുകളുള്ള തെക്കൻ അമേരിക്കൻ യോഗ്യതാ ഗ്രൂപ്പിൽ 17 പോയിന്റുമായി ബ്രസീൽ 3-ാം സ്ഥാനത്തെത്തി. കളിയുടെ തുടക്കത്തിൽ ബ്രസീലിന് അവസരങ്ങളേറെ ലഭിച്ചെങ്കിലും മുതലെടുക്കാനായില്ല. എന്നാൽ 43-ാം മിനിറ്റിൽ പോസ്റ്റിന്റെ 25 വാരാകലെ നിന്ന് റഫീന തൊടുത്ത ഷോട്ട് തടയാൻ ഗോളി റഫേലിനായില്ല. കാണികളുടെ പിന്തുണയോടെ ആനടിച്ച വെനസ്വേല ഇടവേള കഴിഞ്ഞ് 2 മിനിറ്റിനകം പകരം വീട്ടി. എലസ്കോ സെഗോവിയയായിരുന്നു സ്കോറർ. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS ഹോൾമാർക്ക് 9160 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാട് ദുരന്തം കേന്ദ്രത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ 2 ആഴ്ചക്കകം തീരുമാനം അറിയിക്കാൻ നിർദ്ദേശം. ആത്മകഥാ വിവാദം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പരിഗണനയ്ക്ക്. EP ജയരാജനും യോഗത്തിൽ. വിവാദങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാതെ DC ബുക്സ്. മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും ഇന്ന്. വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണം. ലെബനനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. വ്യോമാക്രമണത്തിൽ 37 പേർക്ക് ജീവഹാനി. ഗാസയിൽ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണം. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയ്ക്ക് തോൽവി. പരാഗ്വേയോട് തോറ്റത് 1-2 ഗോളുകൾക്ക്. വെനസ്വേലയ്ക്കെതിരെ ബ്രസീലിനും സമനില. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS ഹോൾമാർക്ക് 9160 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ജീവന്റെ നൂൺ എഡിഷൻ സമാപിച്ചു. നമസ്കാരം.